ചെയ്തോൻ കൂടെയുണ്ടല്ലോ. നിന്നകളേറ്റ സ്വന്ത ബന്ധങ്ങൾ വിട്ട് എന്നെ മാനിപ്പാനേറ്റ പാടുകളോർത്താൻ അപ്പായൻ കൺകൾ നിറഞ്ഞു തൂകുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ. അത്ഭുതമല്ല ഇതത്ഭുതമല്ല, നാം ജീവിക്കുന്നതോ ദൈവകൃപയാലത്രേ. ഞാൻ പാപിയായിട്ടും ഞാൻ യോഗിയായിട്ടും എന്നെ തേടി വന്ന നിന്റെ സ്നേഹമോർക്കുമ്പോൾ അപ്പാ എന്നുള്ളം നിറഞ്ഞൊരുന്നേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. അപ്പാ എന്നുള്ളം നിറഞ്ഞു പാടുന്നേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗത്തിലെ നല്ല ദൈവമേ, ഇന്ന് രാത്രികാലം അവിടുത്തെ മാറ്റമില്ലാത്ത വചനവുമായി നിൽക്കുവാന് കർത്താവടിനെ സഹായിക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. വചനം അവിടുത്തേതാണ്. ഹല്ലേലൂയ. അടിയന്റെ നാവോട് കൂടെ ഇരിക്കണമേ. പരിശുദ്ധാത്മാവ് പറയാത്ത ഒരു വാക്ക് പോലും അടിയന്റെ നാവിൻ തുമ്പിൽ കടന്നു വരുവാൻ ദൈവം അനുവദിക്കരുത് കർത്താവേ. ഒരു ശ്രേഷ്ഠതയും ഒരു മാന്യതയും പറയുവാനുള്ള കർത്താവേ, അവിടുത്തെ കൃപയൊന്നു മാത്രമാണ്. ഹല്ലേലൂയ. അടിയനിലൂടെ പുറപ്പെടുന്നതായ ഓരോ വചനവും കേൾക്കുന്നവരുടെ ജീവിതത്തിൽ അത് വിടുതലായി തീരുവാനും, അത് അടിയന്റെ ജീവിതത്തിൽ വിടുതലായി തീരുവാനും, അടിയങ്ങളുടെ ഭവനങ്ങൾക്ക് അത് വിടുതലായി തീരുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ഞങ്ങളോട് സംസാരിക്കണമേ. ഹല്ലേലൂയ. അവിടുത്തെ ഹല്ലേലൂയ ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമേ. ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും കർത്താവിന്റെ കരം ഇറങ്ങി ചെല്ലണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് മറുപടി തന്നതുകൊണ്ട് സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ഇന്ന് രാത്രികാലം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. ദൈവവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഏതെങ്കിലും വിഷയങ്ങളുടെ നടുവില്, ഹല്ലേലൂയ ഏതെങ്കിലും പ്രതിസന്ധികളുടേതായ നടുവില്, ഹല്ലേലൂയ ഭാരപ്പെടുന്ന പരാജയത്തിന്റെ നടുവിലായിരിക്കുന്ന പ്രിയ ദൈവ പൈതലിനോട് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒരു മനുഷ്യനും നമ്മോട് കൂടെയുണ്ടെന്ന് പറഞ്ഞാല് അതിനൊരു പരിധിയുണ്ട്. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ കരത്തിന് അതിനൊരു പരിധിയില്ല. പ്രിയമുള്ളവരെ, ഭ്രമിച്ചു നോക്കേണ്ട. ഹല്ലേലൂയ. നാം ദൈവ സന്നിധിയില് നമ്മുടെ കുറവുകളെ നികത്തി ഹല്ലേലൂയ അപ്പന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഹല്ലേലൂയ ജീവിതങ്ങള് ഇന്ന് രാത്രികാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ പലപ്പോഴും ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം കേട്ട് മറുതലിക്കുന്നവരായി തീരാതെ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിന്റെ ആലോചനകൾ കേൾക്കുമ്പോൾ അതിന് വിധേയപ്പെട്ടവരായി തീരുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നാം ഇരിക്കുന്നതായ ഇരിപ്പിടങ്ങളില്, നാം ഇരിക്കുന്ന ഭവനത്തിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഹല്ലേലൂയ ഇറങ്ങി വരുമെന്ന് ഇന്ന് രാത്രികാലം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് ഹല്ലേലൂയ ഞങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. അതിന്റെ താഴെ പറയുന്നു: പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിശയെ ഭയപ്പെടേണ്ട. ഈ വാക്കുകൾ നാം കേൾക്കുമ്പോൾ എന്നെ ചിന്തിപ്പിച്ചതായ ഒരു വാക്ക് ഇങ്ങനെയാണ്: പുഴുവായ യാക്കോബേ എന്ന് ഒരു അഭിഷക്തന് ഒരു ദൈവവൈദ്യനെ വിളിക്കുമ്പോൾ അവരുടെ പ്രതികരണം എന്താകും? എന്നാൽ ഇവിടെ ഇങ്ങനെ പറയുന്നു: പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിശയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരനാണ് ഹല്ലേലൂയ എന്റെ യേശു. ആ വീണ്ടെടുപ്പുകാരന് വേണ്ടി ഹല്ലേലൂയ ഈ
ഈ നാളുകളിൽ നമുക്ക് എന്ത് ചെയ്തെടുക്കുവാൻ സാധിച്ചു എന്ന് അരുമനാഥൻ നമ്മോട് പറയുമ്പോൾ, ചോദിക്കുമ്പോൾ അതിന് ഉത്തരം ഹല്ലേലൂയ നമുക്ക് എന്തു പറയുവാൻ സാധിക്കും? ഭയപ്പെടേണ്ട, നിന്നോട് കൂടെയുണ്ടെന്ന് പറയുമ്പോൾ നാം ഏതു സാഹചര്യങ്ങളിലായിരിക്കണം? ദൈവത്തെ അറിയുന്ന ഒരു പൈതലിനോടാണ്, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന, ഹല്ലേലൂയ അവന്റെ ആജ്ഞയനുസരിച്ച് അവന്റെ ഉടമ്പടി ഹല്ലേലൂയ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ദൈവ പൈതലിനോടാണ് ദൈവത്തിന്റെ കൽപ്പന ഇപ്രകാരം പറയുന്നത്, നീ ഭയപ്പെടേണ്ട എന്ന്. ഹല്ലേലൂയ, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന്. പലപ്പോഴും പലതായ ഭയങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ പല വിധത്തിലുള്ളതായ ഭയങ്ങള് ദൈവ മനുഷ്യർക്ക് നേരിടുന്നതായി കാണുവാൻ സാധിക്കും. രാത്രിയിലെ ഭയമുണ്ട്, മാനുഷികമായ ഭയമുണ്ട്. മാനുഷികമായ ഭയം ഒരു കെണിയാണെന്ന് പറയുന്നു. അനർത്ഥങ്ങളിൽ നിന്നുള്ള ഭയമുണ്ട്, ഭാവിയെ കുറിച്ചുള്ള ഭയമുണ്ട്. ഇതിലേത് ഭയമാണ് ഇന്ന് രാത്രികാലം ഒരു ദൈവ പൈതലിനെ അലട്ടുന്നത്? നമ്മുടെ തകളത്തില് അകത്തളത്തിൽ നാം ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ നാം അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങള്, പ്രതിസന്ധികള്, സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരിൽ നിന്ന് നമുക്കുണ്ടാകുന്നതായ വേദനകള്, നമ്മുടെ പ്രിയ സഹോദരങ്ങളിൽ നിന്ന് അനുഭവിക്കുന്നതായ വേദനകള്, ഇന്ന് രാത്രികാലം അതിന്റെ നടുവില് നമ്മെ ആര് പരാജയപ്പെടുത്തുവാൻ നോക്കിയാലും നാം ഹല്ലേലൂയ അവിടെ തകർന്നു പോവുകയില്ല. ഒരു ദൈവ പൈതലിന്റെ ഹല്ലേലൂയ വിശേഷമായ ശ്രേഷ്ഠകരമായ ഗുണമാണത്. ഹല്ലേലൂയ, ഒരു ശക്തിക്കും ഒരു ദൈവ പൈതലിനെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്നത്. ഹല്ലേലൂയ, ഒരിക്കലും ഒരു ദൈവ പൈതല് എവിടെയും തകർന്നു പോകുവാന് എന്റെ അപ്പൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ഞാൻ പലപ്പോഴും പറയുന്നത് ഇങ്ങനെയാണ്, എന്റെ അപ്പൻ ആരാണ്? ഹല്ലേലൂയ, എന്റെ ദൈവം വലിയവനാണ്. ഹല്ലേലൂയ, നമ്മുടെ ദൈവം ഹല്ലേലൂയ അതിശ്രേഷ്ഠവാനാണ്, പരിശുദ്ധനാണ്. അവൻ ആർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ, പലപ്പോഴും ശത്രുവായവൻ നമ്മെ പരാജയപ്പെടുത്തുവാൻ നോക്കുമ്പോൾ, നമ്മെ തകർത്തി ഹല്ലേലൂയ വ്യക്തി വീഴ്ത്തുവാൻ നോക്കുമ്പോൾ, അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവ് ഹല്ലേലൂയ നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരു കരമുണ്ട് കേട്ടോ. ഹല്ലേലൂയ, വലം കൈ പിടിച്ച ഹല്ലേലൂയ ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്ന്, എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് നിന്നെ താങ്ങുമെന്നരുളുന്ന കർത്താവിന്റെ കരം. ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം ആ സന്നിധാനത്തിലാണ് ഇന്ന് രാത്രികാലം നാം ആയിരിക്കുന്നത്. ആരും സംസാരിക്കുന്നു എന്നുള്ളതല്ല, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ വിളിച്ചു പറയുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ആജ്ഞ കേട്ടനുസരിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിനോട് മറുതലിക്കാതെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുമ്പോൾ ആണ് ഹല്ലേലൂയ ഒരു ദൈവ പൈതലിന് ഹല്ലേലൂയ പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കടക്കുവാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും അഭിഷക്തന്മാർ ആലോചന പറയും, ഹല്ലേലൂയ അതൊക്കെയും കേട്ട് ഹല്ലേലൂയ നാം ഒന്നും ഏറ്റെടുക്കാതെ ഹല്ലേലൂയ നമ്മുടെ ഭവനത്തിൽ തന്നെ കുത്തിയിരുന്ന് നമ്മുടെ പ്രാർത്ഥനാ സമയം മറ്റുള്ളതിനു വേണ്ടി കഴിഞ്ഞ രാത്രികാലം അഭിഷിക്തൻ പറഞ്ഞതുപോലെ ചില സമയങ്ങൾക്ക് വേണ്ടി വേർതിരിച്ചു കഴിയുമ്പോൾ അതിന്റെ നടുവിൽ എന്റെ കർത്താവിന് പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നാം ഓരോരുത്തരും ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ഉദ്ദേശമുണ്ട്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ കഴിഞ്ഞ നാളുകളില് ആർക്കും വേണ്ടാതിരുന്ന നമ്മെ ഓരോരുത്തരെയും ഹല്ലേലൂയ എല്ലാവരും ഉറ്റവരും ഉടയവരും നമ്മെ കൈവിട്ട സമയങ്ങളില് ഹല്ലേലൂയ കൈവിടാത്ത ഒരു യേശു നമ്മെ തേടിയെത്തി. ആ ക്രൂശിലെ സ്നേഹമാണ് ഹല്ലേലൂയ ഇന്ന് രാത്രികാലം നാം ഇവിടെ ആയിരിക്കുന്നത്. ആ ക്രൂശിലെ രക്തം എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ഊറ്റി തന്നത് ഹല്ലേലൂയ എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായിട്ടാണ്. ഇന്ന് രാത്രികാലം അനുദപിച്ച ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഹല്ലേലൂയ മടങ്ങി വരേണ്ടവർ മടങ്ങി വരുമ്പോൾ ഹല്ലേലൂയ ദൈവം ചെയ്തെടുക്കേണ്ടത് ഹല്ലേലൂയ ദൈവം ചെയ്തെടുക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ, ചില ബന്ധനങ്ങൾ നാമായി വരുത്തി വെച്ച ചില ബന്ധനങ്ങളുണ്ട് പ്രിയമുള്ളവരെ. പലപ്പോഴും നാം പിശാചിനെ കുറ്റം പറഞ്ഞ ഹല്ലേലൂയ അവനോട് ഹല്ലേലൂയ പിശാച് നമ്മോട് പോരടിക്കുന്നതാണെന്ന് പറയും. പിശാച് പോരാടും. ഹല്ലേലൂയ അതിന്റെ നടുവിൽ ഒരു ദൈവ പൈതലിനെ കർത്താവ് സുരക്ഷിതമായി നിലനിർത്തുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ നാം ആകുന്ന ഹല്ലേലൂയ പെറുക്കിയിട്ടതായ കല്ലുകള് ലാസർ മരിച്ചു അടക്കം കഴിഞ്ഞപ്പോൾ യേശു അവിടെ ചെന്നു. യേശു അവരോട് പറയുകയാണ്, ഈ കല്ല് നീ
നീക്കുവാന്. ഹല്ലേലൂയ. യേശു അതിനെ നീക്കിയില്ല. ആ കല്ല് വെച്ചതായ വ്യക്തി ഹല്ലേലൂയ കല്ല് നീക്കുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ ലാസർ അവിടെ നിന്ന് ഹല്ലേലൂയ പുറത്തു വരുവാൻ തക്കവണ്ണം ഇടയായെങ്കിൽ ഇന്ന് രാത്രികാലം എന്നെ ചിന്തിപ്പിക്കുന്നു. ഹല്ലേലൂയ. നാം ആക്കുന്ന വ്യക്തികളില് ഹല്ലേലൂയ ശത്രുവാവനെ പഴി പറയാതെ നാം ആക്കുന്ന വ്യക്തികൾ ഇറക്കി വെച്ചതായ കല്ലുകൾ ചിലതുണ്ട്. അതിനെ പെറുക്കി മാറ്റുവാന് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുമ്പോൾ ഹല്ലേലൂയ അനുസരണയോടെ ഹല്ലേലൂയ ആരോടാണ് ഹല്ലേലൂയ എന്ന് ഹല്ലേലൂയ സംസാരിക്കുന്നത് എന്ന് ദൈവത്തിന് ഹല്ലേലൂയ ദൈവസന്നിധിയിലാണ് നാം ഇരിക്കുന്നതെന്ന് ഹല്ലേലൂയ ഒരു തിരിച്ചറിവ് ഹല്ലേലൂയ ഒരു ദൈവ പൈതലിന് ഉണ്ടാകേണ്ടത് ഇന്ന് രാത്രികാലം ആവശ്യമാണ്. ഹല്ലേലൂയ. നാം ഒരിക്കലും കളങ്കം പറ്റാത്തവരായി കർത്താവിന്റെ സന്നിധിയില് ഹല്ലേലൂയ നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നറിഞ്ഞ വിശ്വസ്തയോടെ നിൽക്കുന്നുവെങ്കിൽ പരമാർത്ഥതയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ നടുവില് നാം പരാജിതരായി പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടുന്ന് അനുവദിക്കുകയില്ല. യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: തന്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുകയും ചാടുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവൻ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ ശ്രേഷ്ഠത ഹല്ലേലൂയ എന്നെ ചിന്തിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഞാൻ കഴിഞ്ഞ പകലിൽ ഹല്ലേലൂയ ഈ വചനം ധ്യാനിച്ച് കുറെ സമയം ദൈവസന്നിധാനത്തിൽ ഇരിക്കുവാൻ തക്കവണ്ണം ഇടയായി. നമ്മെ പോലെ നമ്മുടെ കർത്താവിനെ പോലെ ശ്രേഷ്ഠൻ ഹല്ലേലൂയ നമ്മുടെ കയ്യില് ഒരു ഗ്ലാസ് വെള്ളം ചിലപ്പോൾ ഒഴിച്ചാൽ നിൽക്കുമോ എന്നറിയില്ല. ആ കർത്താവിന്റെ കരത്തില് വെള്ളം ഹല്ലേലൂയ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുവാൻ കഴിയുന്ന കർത്താവിന്റെ കരം ഹല്ലേലൂയ ചാടുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുകയും ഹല്ലേലൂയ ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുവാൻ ഹല്ലേലൂയ എന്റെ തമ്പുരാന് കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ ഏത് പ്രതിസന്ധികളിലായാലും നമ്മുടെ ഏത് പ്രയാസമുള്ളതായാലും പർവ്വത സമാനമായ വിഷയങ്ങളുടെ നടുവില നാം ഭാരപ്പെടുമ്പോൾ ഭയപ്പെടുമ്പോൾ നമ്മുടെ ഭാവിയെ കുറിച്ച് ആകുലതയിലൂടെ കടന്നു പോകുമ്പോൾ നാളെ എന്താകുമെന്ന് ഹല്ലേലൂയ ചിന്തിക്കുന്നതായ വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയുന്നു: ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ടതില്ല. നാം നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ ദൈവം ചെയ്യാനുള്ളത് ദൈവം ചെയ്യും. നാം ചെയ്യാനുള്ളത് നാം ചെയ്തു കഴിയുമ്പോൾ എന്റെ കർത്താവ് ഹല്ലേലൂയ എന്റെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുള്ളത് എന്റെ കർത്താവ് ചെയ്യും. ഹല്ലേലൂയ. പല നാളുകളായി നാം ദൈവസന്നിധിയിൽ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ഹല്ലേലൂയ. എത്രയോ വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ കിടക്കുന്നു. എത്രയോ വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചതായിട്ടുണ്ട്. ഹല്ലേലൂയ. എങ്കിലും ഇന്ന് രാത്രികാലം പറയട്ടെ, നാം ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ടതായ ആവശ്യമില്ല. ദൈവ പൈതലേ, നമ്മെ സൃഷ്ടിച്ചത് നമ്മെ ഉരുവാക്കുന്നതിന് മുൻപേ നമ്മെ കണ്ട കർത്താവ് നിന്നെ ഗർഭപാത്രത്തിൽ നിന്ന് ഉരുവാക്കുന്നതിന് മുമ്പേ എന്നെയും നിങ്ങളെയും കണ്ട് കർത്താവ് വിളിച്ചു, പേര് ചൊല്ലി വിളിച്ചു, ഓമന പേർ ചൊല്ലി വിളിച്ചതാണ്. ഹല്ലേലൂയ. നമ്മെ തകർത്ത് കളയുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ദൈവ സന്നിധിയിൽ മുട്ടുമടക്കുന്നതായ ഒരു ദൈവ പൈതലിനെ തകർത്ത് കളയുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ചിലപ്പോൾ പല പരാജയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ഹല്ലേലൂയ. ചിലപ്പോൾ ചില വേദനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എങ്കിലും ഹല്ലേലൂയ അതിന്റെ നടുവിൽ ദൈവത്തിന്റെ കൃപ ഹല്ലേലൂയ നമ്മോട് കൂടെയുണ്ട് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഓർപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുകയാണ്: ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പ് ഒക്കെ ഞാൻ നീക്കിക്കളയുന്നു. അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ചില ചെത്തുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വരുമ്പോൾ വേദനയുണ്ടാകാറുണ്ട്. ആ വേദനിക്കുന്ന അനുഭവങ്ങളില് നാം ദൈവസന്നിധിയില് പിറുപിറുക്കുന്നവരാണോ?
ദൈവത്തോട് പരാതി പറയുന്നവരാണോ? ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ആരുമനാഥൻ നമ്മെ ഓർത്ത് ഹല്ലേലൂയ വേദന അനുഭവിക്കുന്നതായ സാഹചര്യങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധി ഉള്ളവരാകുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. വചനം ഇപ്രകാരം പറയുകയാണ്, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ട് കൊമ്പിന് മുന്തിരിവള്ളിയോട് ചേർന്ന് വസിച്ചെങ്കിൽ മാത്രമേ അതിന് ഫലം കായ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. നാം നമ്മുടെ യേശുവിനോട് ചേർന്ന് സഞ്ചരിച്ചാൽ, യേശു നമ്മോട് ചേർന്ന് നമ്മുടെ വിഷയത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന ഹല്ലേലൂയ മകനെ എന്ന് ഹല്ലേലൂയ നമ്മെ ആശ്വസിപ്പിച്ച്, മകളെ എന്ന് നമ്മെ ഹല്ലേലൂയ നമ്മുടെ കരം നമ്മുടെ തോളിൽ തട്ടി ഹല്ലേലൂയ നമ്മോട് ചോദിക്കും, എന്താണ് ഹല്ലേലൂയ നീ ഭാരപ്പെടുന്നത്? പലപ്പോഴും വലിയതാണ്. എന്റെ കർത്താവിന്റെ കരം അത്രവേറെ ശ്രേഷ്ഠകരമാണ്. അവന്റെ ഭുജബലത്തിൽ നാം ആയിരിക്കുകയാണ്. അവന്റെ വീര്യമുള്ള ബലത്തിന്റെ കീഴിലാണ് നാം ആയിരിക്കുന്നത്. നാം ഏത് സ്ഥാനങ്ങളിലായിരിക്കുന്നു എന്നുള്ളതല്ല, നാം ഏത് സാഹചര്യങ്ങളിലായിരുന്നാലും എന്റെ അരുമനാഥൻ ഇറങ്ങി വന്ന് ഹല്ലേലൂയ നമ്മെ സഹായിക്കുവാൻ കഴിയും. ഏത് പാതാളത്തിന്റെ അറ്റത്ത് പോയി പാർത്താലും ദൈവത്തെ ഹല്ലേലൂയ ദൈവം വിളിച്ച ദൈവ പൈതല് എവിടെ മാളത്തിലോടി ഒളിച്ചാലും കർത്താവ് അവനെ തേടിയെത്തുമെന്നതിന് യാതൊരു സംശയമില്ല. ദൈവ പൈതലേ ഹല്ലേലൂയ, ഞാൻ പലപ്പോഴും ഹല്ലേലൂയ ഇതൊന്നൊഴിഞ്ഞു മാറുവാനൊക്കെയും പലപ്പോഴും തീരുമാനമെടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ, എങ്കിലും എന്റെ കർത്താവ് എന്നെ കണ്ടെങ്കിൽ, എന്നെ ചിന്തിപ്പിച്ചത് എന്റെ കർത്താവ് എന്നെ പേര് ചൊല്ലി വിളിച്ചുവെങ്കിൽ ഹല്ലേലൂയ എന്റെ കർത്താവിനെ നടത്തുവാനും ശക്തനാണ്. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട്, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ കേട്ടിട്ട് നാം മാറിപ്പോകുന്നവരായി തീരാതെ, തളർന്നു പോകുന്നവരായി തീരാതെ, പരാജിതനായി തീരാതെ ഹല്ലേലൂയ ഇന്ന് രാത്രികാലം എന്റെ യേശുവിന്റെ ശബ്ദത്തിന് വേണ്ടി ഹല്ലേലൂയ തന്റെ അഭിഷക്തൻ പറഞ്ഞതുപോലെ നമ്മുടെ കാതുകള് യേശുവിന്റെ ശബ്ദം കേൾക്കുവാൻ ഒന്ന് തുറന്നു കൊടുക്കുവാൻ സാധിക്കുമോ? എത്ര പേരോട് ഹല്ലേലൂയ, എത്ര പേരാ യേശുവിന്റെ ശബ്ദം കേൾക്കുന്നു? ഞാൻ പലപ്പോഴും എന്റെ അനുഭവമാണ്, യേശുവിന്റെ ശബ്ദം കേട്ട് ഞാൻ കിടന്നുറങ്ങാറുണ്ട്, യേശുവിന്റെ ശബ്ദം കേട്ട് ഞാൻ സഞ്ചരിക്കാറുണ്ട്. പ്രിയമുള്ളവരെ ഹല്ലേലൂയ, ഞാൻ ഓർക്കുകയാണ്, ആ യേശുവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഭൂമിയുടെ പരപ്പിൽ നിന്ന് മാറിപ്പോകുമായിരുന്നു. 3 ആളാഴമുള്ള ഹല്ലേലൂയ ആഴത്തില് ഹല്ലേലൂയ വെള്ളത്തിലേക്ക് ഞാൻ എടുത്തു ചാടി മരിക്കുവാൻ ആത്മഹത്യക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചവളാണ്. ഹല്ലേലൂയ, അഗ്നിയിൽ കൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, നീ അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കയില്ല എന്നരുളിയ കർത്താവ് ഹല്ലേലൂയ അവിടെ ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി വീര്യം പ്രവർത്തിച്ചുവെങ്കിൽ എന്നെ കർത്താവ് കണ്ടിരുന്നു എന്ന് ഹല്ലേലൂയ നിശ്ചയമായി ഞാൻ വിശ്വസിക്കുകയാണ്. പലപ്പോഴും തകർത്തു കളയുവാന്, പരാജയപ്പെടുവാന് ഹല്ലേലൂയ കർത്താവ് അനുവദിക്കാതെ ഇന്നയോളം നിലനിർത്തിയെങ്കിൽ എന്റെ കർത്താവിന്റെ കൃപ ഒന്ന് മാത്രമാണ്. ഹല്ലേലൂയ, കൃപയില്ല എങ്കിൽ ഒരു നിമിഷം പോലും ജീവിപ്പാൻ കഴിയുകയില്ല. ഞാൻ എന്റെ കർത്താവിനോട് പറയും, അപ്പാ അവിടുത്തെ കൃപ മതി, അവിടുത്തെ കൃപയില്ല എങ്കിൽ എനിക്ക് ഒരു നിമിഷം പോലും ജീവിപ്പാൻ കഴിയുകയില്ല. ഇവിടുന്നും ഹല്ലേലൂയ കുത്തുന്നതായ ശൂലങ്ങള്, വേദനകള് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പൗലോസിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ചില ശൂലങ്ങൾ കൊടുത്തത് നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ഒരു ശൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരും. പ്രിയമുള്ളവരെ ഹല്ലേലൂയ, അത് നമ്മെ നശിപ്പിക്കുവാനല്ല, നമ്മെ തകർത്തു കളയുവാനല്ല, ഒന്നുകൂടി രൂപപ്പെടുത്തിയെടുക്കുവാന്, ഒന്നുകൂടി പണിയുവാന് യേശു നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ചില വേദനകള്, ചില കയ്പിന്റെ അനുഭവങ്ങള്, കാഠിന്യത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. ഹല്ലേലൂയ, അതിൽ നിന്ന് ഹല്ലേലൂയ നിസ്സാര വേദനകൾ കടന്നു വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഹല്ലേലൂയ കുറച്ച് കളയുന്നവരായി തീരരുത്. നാം ദൈവത്തെ അറിഞ്ഞ ദൈവമക്കളാണ്. ഹല്ലേലൂയ, നാം ദൈവസന്നിധിയിൽ കൊടുത്തിരിക്കുന്നതായ സമയത്തിന് പ്രാധാന്യമുണ്ട്. അഭിഷക്തൻ പറഞ്ഞതുപോലെ നമ്മുടെ ഓരോ പ്രാർത്ഥനയ്ക്കും പ്രാധാന്യമുണ്ട്. പ്രിയമുള്ളവരെ ഹല്ലേലൂയ, ഇന്നതിനെ കുറച്ചാല് നാളെ അതിന്റെ ഇരട്ടിയാക്കേണ്ടതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് നാം ചിന്തിക്കുന്നത്, അന്ന് വില കൊടുത്തിരുന്നുവെങ്കിൽ എന്ന്. അതേ പ്രിയമുള്ളവരെ ഹല്ലേലൂയ, നാം കൊടുക്കേണ്ട, ദൈവത്തിന് കൊടുക്കേണ്ടതായ സ്ഥാനവും മാനവും മഹത്വവും ഹല്ലേലൂയ അതാത് സമയങ്ങളിൽ കൊടുത്തുകൊണ്ടിരുന്നാല് ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, കൂടുതൽ വചനം അറിഞ്ഞവരെ കൂടുതൽ അടി കിട്ടുമെന്ന്. എങ്കിലും നമുക്ക് കൂടുതൽ അടി കിട്ടും. ഹല്ലേലൂയ,
നമ്മളെ ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. അഭിഷക്തന്മാരോട് ചോദിക്കുകയില്ല, നമ്മോട് ചോദിക്കും, നമ്മെ ഏൽപ്പിച്ചത് നാം ചെയ്തോ എന്ന്. ഹല്ലേലൂയ. ഈ നാളുകളിൽ നമ്മെ ഏൽപ്പിച്ചത് നാം ചെയ്യുവാൻ തയ്യാറായാല്, ഹല്ലേലൂയ, നാം മത്സര ബുദ്ധിയോടെ ദൈവസന്നിധാനത്തിലായിരിക്കുവാനല്ല, നാം ഒരു മനസ്സുള്ളവരാണ്. നാം ഒറ്റക്കെട്ടായി നാം നമ്മുടെ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കരയുമ്പോൾ, നമുക്കൊരു ആത്മദാഹം, നമുക്കൊരു വേദന, ഹല്ലേലൂയ, നമ്മുടെ മിനിസ്ട്രിയെ കുറിച്ചും ഉണ്ടായിരിക്കണം. അഭിഷക്തൻ കരയുന്നു, പ്രാർത്ഥിക്കുന്നു, അതിനോട് ചേർന്ന് നമുക്കും ചുമർ കൊടുക്കുവാൻ തക്കവണ്ണം ഈ നാളുകൾ, ഹല്ലേലൂയ, വിളിച്ചിരിക്കുന്നത്, നമ്മയൊക്കെയും ഹല്ലേലൂയ ആക്കിയിരിക്കുന്നത് വിശ്വസ്തരോടെ, ഹല്ലേലൂയ, കർത്താവിന്റെ വേല ചെയ്യുവാനാണ്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഞാനും പലപ്പോഴും എന്നെ ചിന്തിപ്പിച്ചതായ കാര്യങ്ങളാണ്. അത് ചില സമയങ്ങളിലൊക്കെയും ചില ദിവസങ്ങളിൽ ഞാൻ മനഃപൂർവ്വം ദൈവസന്നിധിയില് പാടാതെ മാറി നിന്ന അനുഭവങ്ങള്, പക്ഷെ അതിന്റെ അനുഭവം എനിക്ക് കിട്ടുവാൻ തക്കവണ്ണം ഇടയായി. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, അവിടെ അന്ന് എനിക്ക് മനസ്സിലായി ഇത് ശരിയല്ല എന്ന്. വചനം വായിക്കാതെ ഞാൻ മാറി നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി. അന്ന് കർത്താവിനോട് സംസാരിച്ചു, നീ ഇന്ന അധ്യായം വായിച്ചോ എന്ന്. പക്ഷെ ഞാൻ കേൾക്കുന്നത് എന്താണ്? ഈ അധ്യായം വായിക്കുക, ഈ വചനം വായിക്കുന്ന ഞാൻ തുറന്നു നോക്കിയപ്പോൾ അന്ന് ഞാൻ വായിക്കേണ്ട അധ്യായം അതാണ്. പ്രിയമുള്ളവരെ, നമ്മോട് ഹല്ലേലൂയ ദൈവം എന്ത് കൽപ്പിച്ചിരിക്കുന്നുവോ അത് ചെയ്യുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ദൈവം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും എന്റെ അപ്പൻ ചെയ്യുമെന്നേ. ഹല്ലേലൂയ, എന്റെ അപ്പൻ ആരാണ്? ഹല്ലേലൂയ, അവൻ അതിശ്രേഷ്ഠനാണ്. ഹല്ലേലൂയ, വലിയവനാണ്, അവൻ ഉന്നതനാണ്. ഹല്ലേലൂയ, മഹാരാജാവാണ്. അവന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. ഞാൻ ഇന്ന് കയറി വന്നപ്പോൾ ഒത്തിരി ഭയത്തോടെയാണ് കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നത്. എനിക്ക് പുകഴുവാനൊന്നുമില്ല. എന്റെ കർത്താവിന്റെ കരം, ഹല്ലേലൂയ, എന്റെ കർത്താവിനെ അനുനിമിഷവും നടത്തുന്നു, ഇനിയും നടത്തുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ എന്റെ കർത്താവിനെ നടത്തിയെങ്കിൽ എന്റെ അപ്പനാർക്കും കടക്കാരനല്ല. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നമ്മുടെ ഭാരങ്ങളില്, നമ്മുടെ പ്രയാസങ്ങളില് നല്ല ആശ്വാസകനായി, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, നീതിയുള്ള വലം കൈകൊണ്ട് നിന്നെ താങ്ങും. ഇപ്പോഴോ യാക്കോബെ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായി യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഹല്ലേലൂയ, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവികയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നി ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇസ്രായേലിലെ ദൈവം അരുളി ചെയ്യുകയാണ്, ഹല്ലേലൂയ, ഭയപ്പെടേണ്ട എന്ന്. ഹല്ലേലൂയ, ഈ അധ്യായത്തിൽ തന്നെ ഒരു ഭയപ്പെടേണ്ട എന്ന് കർത്താവിന്റെ തിരുവചനം നമ്മെ ഓർപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, അതിന് തക്കതായ ഹല്ലേലൂയ മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? ആ കർത്താവിനോട് ചേർന്നിരിക്കുവാൻ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ കർത്താവിന്റെ ആജ്ഞ കേട്ടനുസരിക്കുന്നവരായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം സഹായിക്കട്ടെ. ആ കർത്താവിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരാണോ നാം? ഹല്ലേലൂയ, അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടന്നാൽ ഈ അനുഗ്രഹങ്ങളൊക്കെയും സാധിക്കുമെങ്കിൽ, ആ കൽപ്പനകളെ പ്രമാണിക്കാതിരുന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്നതായ ശാപങ്ങളൊക്കെയും നമുക്ക് നമ്മുടെ തലമുറകളുടെ മേലും വന്നു ഭവിക്കും. പ്രിയമുള്ള, ഹല്ലേലൂയ, ഈ നാളുകളിൽ നാം ഹല്ലേലൂയ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഉത്തരവാദിത്വങ്ങള് ചെറുതെങ്കിൽ അത് ഹല്ലേലൂയ നാം ചെയ്തെടുക്കുമ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തെടുക്കും. എന്റെ ഭവനത്തിലെ വിഷയങ്ങളുടെ നടുവിൽ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. എന്റെ തലമുറകളുടെ നടുവിൽ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ഞാൻ ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ ദൈവം പ്രവർത്തിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ആ വിശ്വാസത്തോടെ, ഏറിയ ദൈവഭയത്തോടെ നാം ഓരോ ദിവസവും ദൈവസന്നിധിയിൽ ചെലവിടുന്നത്, പാടുന്നത്, പ്രാർത്ഥിക്കുന്നത്, ദൈവവചനം പറയുന്നത്, ദൈവവചനം പ്രസംഗിക്കുന്നത് ഒന്നും വൃഥാവാകുകയില്ല. സകലതും നാം ഉയരുവാനല്ല, ദൈവത്തിന്റെ നാമം ഉയരുവാൻ. ഹല്ലേലൂയ, ദൈവം ആ നാമം ഉയരുവാനാണ്. ഹല്ലേലൂയ, നമുക്ക് ഉയരുവാൻ ഒന്നുമില്ല. പ്രിയമുള്ളവരെ, നാം ഏതോ ഹല്ലേലൂയ കാട്ടൊലിവായിരുന്ന നമ്മെ ഹല്ലേലൂയ നാട്ടൊലിവോട് ചേർത്തൊട്ടിച്ചു. ഹല്ലേലൂയ, ഇപ്പോൾ നാം കാട്ടൊലിവിന്റെ സ്വഭാവം കാണിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ അത് ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉരിഞ്ഞു കളയുവാൻ തക്കവണ്ണം സാധിക്കണം. ഹല്ലേലൂയ, കാട്ടൊലിവായ നമ്മെ നാട്ടൊലിവോട് ചേർത്തൊട്ടിച്ചുവെങ്കിൽ ഈ നാളുകൾ നാട്ടൊലിവിന്റെ സ്വഭാവം കാണിക്കുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ നല്ല ഫലം കായ്ക്കുന്നവരായി
തീരുവാൻ നമ്മെ ചെത്തുമ്പോൾ, ആ വേദനകൾ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, ശോധനയിലൂടെ തീയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാനാണെന്ന് ഹല്ലേലൂയ ഒരു തിരിച്ചറിവ് ഇന്ന് രാത്രികാലം ഒരു ദൈവ പൈതലിൽ ഉണ്ടായിരിക്കട്ടെ. ആ ഒരു തിരിച്ചറിവ് ഹല്ലേലൂയ നാം എവിടെ പോയി സംസാരിക്കണം, എവിടെ നിന്ന് സംസാരിക്കണം എന്നുള്ളതൊക്കെയും ഹല്ലേലൂയ ദൈവത്തിന്റെ ആലോചന ചോദിച്ചിട്ട് ചെയ്താൽ ഹല്ലേലൂയ അതിൽ നാം പരാജയമായി തീർന്നു പോവുകയില്ല. പലപ്പോഴും നാം സ്വന്തം ഇഷ്ടങ്ങളിലൂടെ കടന്നുപോയി ഹല്ലേലൂയ ചില ഹല്ലേലൂയ കാര്യങ്ങൾ നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുമ്പോൾ നാം ദൈവത്തോട് ആലോചന ചോദിക്കാറില്ല. ഹല്ലേലൂയ അതിന്റെ ഭവിഷ്യത്ത് നാം അത് പിന്നീട് നാം അനുഭവിച്ചറിയാറുണ്ട്. അതേസമയം നാം ദൈവത്തോട് ഹല്ലേലൂയ ചില ദിവസങ്ങൾക്ക് മുൻപേ നാം അറിഞ്ഞിരിക്കുന്നതായ വിഷയങ്ങൾ ഇന്ന കാര്യങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട് എന്ന് ദൈവാത്മാവ് നമ്മോട് ബോധിപ്പിക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ വില കൊടുക്കുന്നുവെങ്കിൽ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് വാങ്ങുന്നതായ അനുഗ്രഹത്തിന് പ്രത്യേക ഒരു വാല്യൂ ഉണ്ട്. ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപ അതിന് മേൽ പകരും. ഹല്ലേലൂയ ഒരുപക്ഷെ ഉപജീവനമാകട്ടെ, എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ദൈവസന്നിധിയിൽ നാം നേടിയതൊന്നും വൃഥാവല്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ അവൻ നമ്മെ കൈവിട്ട് കളയുന്ന ദൈവമല്ല കേട്ടോ, അവൻ നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല, അവൻ നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ പെറ്റിയമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ, മറന്നാലും ഞാൻ നിന്നെ മറന്നു കളയുകയില്ല എന്നരുളിയ കർത്താവ് ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ആരും ആശ്വസിപ്പിക്കുവാനില്ലാതിരിക്കുമ്പോൾ ആശ്വാസദായകനായി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന മകനെ ഹല്ലേലൂയ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് ഹല്ലേലൂയ നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരപ്പന്റെ കരം ഹല്ലേലൂയ അതിൽ പരം എന്ത് സന്തോഷമുള്ളൂ. ഹല്ലേലൂയ നമ്മെ ചേർത്ത് നിർത്തുന്ന ഹല്ലേലൂയ ദൈവത്തിന്റെ കരത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നമ്മുടെ ഭവനങ്ങൾക്ക് വിടുതലായി തീരട്ടെ, നമുക്കത് വിടുതലായി തീരട്ടെ, നമ്മുടെ ഹല്ലേലൂയ പ്രിയപ്പെട്ടവർക്ക് വിടുതലായി തീരട്ടെ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. വചനം ഹല്ലേലൂയ ജീവനും ചൈതന്യവും ഉള്ളതാണ്. ഇത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും സന്ധിബദ്ധങ്ങളെയും വെറുവിടുവിക്കും വരെ തുളച്ചു കയറുന്നതുമായ തിരുവചനം ഇന്ന് രാത്രികാലം എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഹല്ലേലൂയ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ അത് ഹല്ലേലൂയ ശക്തിയോടെ മടങ്ങി വരുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രികാലം അത് ആർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ഹല്ലേലൂയ പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം ഞാൻ വിചാരിച്ചില്ല ദൈവസന്നിധിയിൽ ഞാൻ എന്ത് പറയുമെന്ന്. ഞാൻ വളരെ ആകുലതയോടെ ദൈവസന്നിധിയിൽ സമയം ചെലവിടുവാനിടയാകി. ഞാൻ അഭിഷക്തനോട് പറഞ്ഞ് പ്രാർത്ഥിക്കണമേ, ഹല്ലേലൂയ അഭിഷക്തൻ പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന്. ദൈവം ഹല്ലേലൂയ നമ്മെ കണ്ടിട്ടുണ്ടെങ്കിൽ നാം ദൈവസന്നിധിയിൽ ചിലവിടുന്ന സമയങ്ങളൊന്നും വൃഥാവല്ല. നമ്മുടെ കണ്ണുനീരൊന്നും കർത്താവ് ഹല്ലേലൂയ കാണാതെ പോവുകയില്ല. പ്രിയമുള്ളവരെ, എനിക്ക് പുകഴുവാനൊന്നുമില്ല, എനിക്ക് പ്രശംസിക്കുവാനൊന്നുമില്ല. ആ ക്രൂശ് ഒന്ന് മാത്രമാണെന്ന് നമുക്കൊന്ന് പറയാമോ? ആ ക്രൂശിനെ നോക്കി യാത്ര ചെയ്യുവാൻ നാം തയ്യാറാണോ? ഹല്ലേലൂയ യേശു എനിക്ക് വേണ്ടി ഊറ്റിയ ഹല്ലേലൂയ ആ രക്തം എന്റെ പാപങ്ങൾക്ക് പരിഹാരമാണ്. ഹല്ലേലൂയ കഴിഞ്ഞ നാളുകളിലപ്പ എന്റെ ജീവിതത്തിൽ വന്നുപോയ പരാജയങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ ഇന്ന് രാത്രികാലം നമുക്ക് പറയുവാൻ സാധിക്കുമോ? ഹല്ലേലൂയ പലപ്പോഴും വചനം കേട്ട് ഹല്ലേലൂയ അതിൽ നിന്ന് ഹല്ലേലൂയ പകുതി കേട്ടു കേൾക്കാത്തവരായി കടന്നു പോകുന്നവരുടെ കൂട്ടത്തിലായി തീരാതെ ഹല്ലേലൂയ നമ്മോടുള്ള ആലോചനകൾ പറയുമ്പോൾ നാം ഹല്ലേലൂയ വചനം എടുത്ത് ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കി അപ്പാ എന്താണ് എന്നെ കുറിച്ചൊരു ഉദ്ദേശമെന്ന് അപ്പനോട് ചോദിക്കണം. പ്രിയമുള്ളവരെ, ആ അപ്പൻ നമ്മോട് വ്യക്തമായി പറഞ്ഞു നിന്ന് മനസ്സിലാക്കി തരും. ഇന്ന് രാത്രികാലം ആ കർത്താവിനെയാണ് നാം മഹത്വപ്പെടുത്തുന്നത്. ജാതികൾ ഹല്ലേലൂയ ഈ നാളുകളില് അവർ വിഗ്രഹത്തെ ആരാധിക്കുമ്പോൾ, വിഗ്രഹ സേവ ചെയ്യുമ്പോൾ നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയ ഈ കഴിഞ്ഞ ചില ദിവസങ്ങളെ അനുഭവം കൂടി ഞാനൊന്ന് പറയട്ടെ. ഞാൻ ഞങ്ങളുടെ ദേശത്ത് നിന്ന് എന്റെ പ്രിയപ്പെട്ടവർ ഞങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ ഞങ്ങളെ വേദനിപ്പിച്ചു വിട്ടവരാണ്. എങ്കിലും ഹല്ലേലൂയ അവർക്ക് ക്യാൻസറിൻ്റെതായ ഒരു അനുഭവം കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ 1 വർഷം മുൻപ് എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കണമേ എന്ന്. ഹല്ലേലൂയ നീ കൈയടിക്കാൻ പോയവരുടെ കൂട്ടത്തിലല്ലേ എന്ന് ചോദിച്ച വ്യക്തിയാണ്. ഹല്ലേലൂയ അന്ന് പണം കൊണ്ട് ഹല്ലേലൂയ സന്തോഷിച്ച് സുഖലോലുപരായി കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഒരു നേരത്തെ ഭക്ഷണത്തിന് എന്റെ തലമുറയ്ക്ക് കൊടുക്കുവാൻ കഴിയാതെ ഞാൻ ഭാരപ്പെട്ട് കണ്ണുനീരോട് ദൈവസന്നിധിയിൽ കരഞ്ഞ ഹല്ലേലൂയ നാളുകൾ ഉണ്ട്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ കഴിഞ്ഞ ദിവസം ആ പ്രിയപ്പെട്ടവൾ ഹല്ലേലൂയ രോഗത്തിൽ നിന്ന് മാറ്റപ്പെടുവാനായപ്പോൾ വലിയ രോഗം തന്റെ മകളെ ബാധിച്ചു. ഹല്ലേലൂയ ഉള്ളിൽ ബോധമുണ്ട്, എങ്കിലും ഞങ്ങൾ അങ്ങനെ കടന്നുപോയി പുള്ളിയെ കാണുവാൻ തക്കവണ്ണം സാധിച്ചു.
പ്രാർത്ഥിച്ചു. അങ്ങനെ അവിടെ കടന്നു ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഓമനെ ഞാൻ പോവുകയാണെന്ന്. എനിക്കറിയില്ല, ദൈവം വലിയവനാണ്. ഹല്ലേലൂയ. എന്റെ ദൈവം എത്ര വലിയവനാണ്, എന്റെ ദൈവം എത്ര വിശ്വസ്തനാണെന്ന് ഞാൻ ഓർക്കുകയാണ്. ആ സഹോദരി, ഞങ്ങളുടെ സഹോദരിയാണ്, എന്നോട് പറയുകയാണ്, ഒന്ന് പ്രാർത്ഥിക്കടി, എനിക്ക് വയ്യാഞ്ഞിട്ടല്ലേ എന്ന്. ആ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുവാൻ തക്കവണ്ണമിടയായി. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് പോരാൻ നേരം ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, അത്ഭുതമല്ല നാം ജീവിക്കുന്നതോ ദൈവകൃപയാലത്രേ. ഞാൻ പാപിയായിട്ടും ഞാൻ യോഗിയായിട്ടും എന്നെ തേടി വന്ന നിന്റെ സ്നേഹമോർക്കുമ്പോൾ അപ്പാ എന്നുള്ളം നിറഞ്ഞുന്നേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. അപ്പാ എന്നുള്ളം നിറഞ്ഞു പാടുന്നേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗത്തിലെ നല്ല ദൈവമേ,